നമസ്കാരം. ചേർത്തല കടക്കരപ്പള്ളി ആലങ്കൽ സ്വദേശി ബിന്ദു പത്മനാഭന്റെ കൊലപാതകത്തിൽ പ്രതി കില്ലർ സെബാസ്റ്റ്യനെ മുൻപ് രക്ഷപ്പെടുത്തിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം. പ്രതി സെബാസ്റ്റ്യനിൽ നിന്ന് ലക്ഷങ്ങൾ പ്രതിഫലം പറ്റി അന്വേഷണം ഒഴിവാക്കിയെന്ന കണ്ടെത്തലിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. കില്ലർ സെബാസ്റ്റ്യൻ ബിന്ദു പത്മനാഭനെ 2006 തമിഴ്നാട്ടിലെത്തിച്ചു കൊലപ്പെടുത്തിയതായാണ് സൂചന. കോട്ടയം അതിരമ്പുഴ സ്വദേശിനിയായ ജൈനമ്മയെ കൊലപ്പെടുത്തിയതുപോലെ കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെ ഇയാൾ വകവരുത്തിയെന്ന് വ്യക്തമായി. ജൈനമ്മയെ മാത്രമല്ല, ബിന്ദുവിനെ കൊന്നതും താനാണെന്ന് സെബാസ്റ്റ്യൻ സമ്മതിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ പറയാൻ ഇയാൾ തയ്യാറാകുന്നില്ല. 2004 ബിന്ദുവുമായി അടുപ്പം സ്ഥാപിച്ച പ്രതി ബിന്ദുവുമായി തമിഴ്നാട്ടിൽ പലയിടങ്ങളിലും ഒരുമിച്ചു കഴിഞ്ഞതായാണ് കണ്ടെത്തിയത്. ചേർത്തല ബിന്ദു പത്മനാഭനെ താനാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി സെബാസ്റ്റ്യൻ കുറ്റം സമ്മതിച്ച കുറ്റസമ്മത മൊഴി ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഹാജരാക്കി. ഈ സാഹചര്യത്തിലാണ് സെബാസ്റ്റ്യനെ വേളാങ്കണ്ണിലെത്തിച്ച് തെളിവെടുക്കുന്നത്. ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. എറണാകുളം, കോട്ടയം, കുടുക്, കണ്ണൂർ, ബംഗളൂരു, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലും സെബാസ്റ്റ്യനും ബിന്ദുവും ഒരുമിച്ചു കഴിഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട്. ബിന്ദുവിനെ കൊലപ്പെടുത്തിയ ശേഷം വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് സെബാസ്റ്റ്യൻ അവരുടെ സ്വത്തുവകകൾ കൈക്കലാക്കിയത്. ഇത്തരത്തിൽ വ്യാജരേഖകൾ തയ്യാറാക്കുവാൻ തമിഴ്നാട്ടിലെ ഒരു സംഘത്തിന്റെ സഹായം സെബാസ്റ്റ്യന് ലഭിച്ചിരുന്നു. ബുധനാഴ്ചയാണ് ചേർത്തല കോടതി ഉത്തരവ് അനുസരിച്ച് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷക സംഘം മുഴുവൻ ശേഷിയും ഉപയോഗിച്ചാണ് പ്രതിയെ ചോദ്യം ചെയ്യുന്നത്. ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്നതല്ലാതെ മറ്റൊരു വിവരവും ചോദ്യം ചെയ്യലിൽ പറയുവാൻ ഇയാൾ ഒരുക്കമല്ല. ജൈനമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ 15 ദിവസം തുടരെ ചോദ്യം ചെയ്തിട്ടും സെബാസ്റ്റ്യൻ വിവരങ്ങൾ നൽകുവാൻ തയ്യാറായിട്ടില്ല. 2006 ബിന്ദു പത്മനാഭനെ കാണാതായത്. അച്ഛനമ്മമാരുടെ വിയോഗശേഷം ഒറ്റപ്പെട്ട അവസ്ഥയിലായ ബിന്ദു വസ്തു വിൽപ്പനയ്ക്കാണ് പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടത്. കടക്കരപ്പള്ളിയിലെ മറ്റൊരു ഭൂമി ഇടപാടുകാരനാണ് ഇവരെ പരസ്പരം ബന്ധിപ്പിച്ചത്. 3 കോടി രൂപയുടെ ആസ്തി ബിന്ദു പത്മനാഭനുണ്ടായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന അച്ഛന്റെ പെൻഷൻ 2006 പകുതി വരെ ബിന്ദു കൈപ്പറ്റുന്ന ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. 2006 അവസാനം ബിന്ദുവിനെ തമിഴ്നാട്ടിലെത്തിച്ച സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്നാണ് സൂചനകൾ. കൊല നടത്തിയ ശേഷമാണ് ബിന്ദുവിന്റെ ഭൂമി വ്യാജരേഖ ചമച്ച് സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ വിറ്റത്. ബിന്ദുവിന്റെ വിദേശത്തുള്ള സഹോദരൻ പ്രവീൺ 2017 നൽകിയ പരാതിയിൽ പട്ടണക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് നിലവിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ ഉന്നത സ്വാധീനം ചെലുത്തിയ സെബാസ്റ്റ്യൻ പോലീസ് സഹായത്തോടെ അന്വേഷണം വഴിതിരിച്ചുവിടുകയായിരുന്നു. പിന്നീടാണ് അതിരമ്പുഴ സ്വദേശി ജൈനമ്മയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതായി കണ്ടെത്തിയതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും. ജൈനമ്മയെയും ബിന്ദുവിനെയും മാത്രമല്ല, ചേർത്തല സ്വദേശിയായ ഐഷ എന്ന സ്ത്രീയെയും സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് സൂചനകളാണ് പുറത്തുവരുന്നത്. ഐഷയെയും ഇയാൾ കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കൈവശപ്പെടുത്തിയെന്ന നിഗമനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ ജൂലൈ 28 മുതൽ റിമാൻഡിലായിരുന്നു സെബാസ്റ്റ്യൻ. ഈ കേസിൽ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയതെന്ന് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. കുറ്റസമ്മതം ലഭിച്ചതോടെയാണ് ഇയാൾക്കെതിരെ 2ാമത്തെ കൊലക്കുറ്റം ചുമത്തിയിട്ടുള്ളത്. കാണാതാകുമ്പോൾ ജൈനമ്മ 11 പവൻ സ്വർണ്ണാഭരണം ധരിച്ചിരുന്നതായാണ് ഇവരുടെ ബന്ധുക്കൾ മൊഴി നൽകിയിരിക്കുന്നത്. 8.5 പവനോളം പള്ളിപ്പുറം കേന്ദ്രീകരിച്ചുള്ള ധനകാര്യ സ്ഥാപനത്തിൽ സെബാസ്റ്റ്യന്റെ സഹായിയായ ഓട്ടോ ഡ്രൈവർ മനോജിന്റെ പേരിൽ പണയം വെച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. സെബാസ്റ്റ്യന്റെ ചേർത്തലയിലെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച ശരീരാവശിഷ്ടങ്ങളുടെ DNA പരിശോധന ഇതുവരെ ലഭിച്ചിട്ടില്ല. ശരീര അവശിഷ്ടങ്ങൾ ജൈനമ്മയുടേതാണെന്ന് അല്ലെങ്കിൽ ബിന്ദുവിന്റേതാണോ എന്ന് സ്ഥിരീകരണമായിട്ടില്ല. ലഭ്യമായ ശരീരഭാഗങ്ങൾ ബിന്ദുവിന്റേതാണെന്ന് തെളിഞ്ഞാൽ ജൈനമ്മയെ എങ്ങനെ കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തേണ്ടി വരും. 2024 ഡിസംബറിൽ ജൈനമ്മയെ കാണാതായ പരാതിയിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് സെബാസ്റ്റ്യനുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നതായ വിവരം ലഭിച്ചത്. തുടർന്നാണ് വീട്ടുവളപ്പിൽ പരിശോധന നടത്തിയത്. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് മനുഷ്യന്റെ തലയോട്ടിയുടെയും തുടയെല്ലിന്റെയും ഭാഗങ്ങളാണ് ലഭിച്ചത്. ശരീരാവശിഷ്ടങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് എല്ലുകൾ തിരിച്ചറിഞ്ഞത്. ഇതിനൊപ്പം കേടുവന്നതിനെ തുടർന്ന് ക്യാപ്പിട്ടടച്ച പല്ലിന്റെ ഭാഗവും കിട്ടിയിട്ടുണ്ട്. ജൈനമ്മയുടെ പല്ലിന് ക്യാപ്പിടുവാനുള്ള സാധ്യതയില്ലെന്നാണ് ബന്ധുക്കൾ സൂചന നൽകിയിട്ടുള്ളത്. എന്നാൽ കാണാതായ ഐഷയുടെ പല്ലുകൾക്ക് ക്യാപ്പിട്ടിരുന്നതാണ് ബന്ധുക്കൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ബിന്ദുവിന്റെയും ജൈനമ്മയുടെയും ശരീരം എവിടെയെന്നത് കണ്ടെത്തേണ്ടി വരും. സെബാസ്റ്റ്യന്റെ വീട്ടിൽ ആഫ്രിക്കൻ മൂഷിയെ വളർത്തുന്നത് കുളത്തിൽ മൃതദേഹങ്ങൾ തള്ളിയതായും സംശയിക്കുന്നുണ്ട്. ശരീരഭാഗങ്ങൾ നിരവധി കഷ്ണങ്ങളാക്കി മുറിച്ച് മീനുകൾക്ക് കൊടുത്തതായാണ് സൂചനകൾ. ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസ് നിർണായക ഘട്ടത്തിൽ എത്തിയപ്പോൾ കേസുമായി ബന്ധപ്പെട്ട ഓട്ടോ ഡ്രൈവറായ മനോജ് എന്ന യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യമുയരുകയാണ്. കേസിൽ മുഖ്യപ്രതിയായിരുന്ന സെബാസ്റ്റ്യന്റെ സന്തത സഹചാരിയായിരുന്നു പള്ളിപ്പുറം സ്വദേശിയായ മനോജ്.
2018 ജൂൺ 28-നായിരുന്നു വീടിനുള്ളിൽ ഇയാൾ തൂങ്ങി മരിച്ചത്. 27-ന് രാവിലെ മനോജ് ഉൾപ്പെടെ സെബാസ്റ്റ്യനുമായി ബന്ധമുള്ള 4 പേരെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ആലപ്പുഴ ഡിവൈഎസ്പി ചോദ്യം ചെയ്യൽ വിളിപ്പിച്ചിരുന്നു. എന്നാൽ 28-ന് പിറ്റേന്ന് രാവിലെ മനോജ് വീടിനുള്ളിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ മനോജിന്റെ മരണത്തിലും സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ബിന്ദു പത്മനാഭൻ തിരോധന ആക്ഷൻ കൗൺസിൽ മുഖ്യമന്ത്രിക്കും DGPക്കും ക്രൈംബ്രാഞ്ച് DGPക്കും പരാതി നൽകിയിട്ടുണ്ട്.